എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 1-2 ക്ലാസ്സുകളിൽ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സുമായി ബന്ധപ്പെട്ട ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചെയ്തു വരികയായിരുന്നു. പ്രോബ്ലംസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ ആ രീതിയിൽ ഇനി അങ്ങോട്ടുള്ള പ്രോബ്ലംസ് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യാം. പ്രോബ്ലം നന്നായി വായിച്ച് വാല്യൂസൊക്കെ മനസ്സിലാക്കി കാണേണ്ട ക്വാണ്ടിറ്റി തിരിച്ചറിഞ്ഞ് ഇക്വേഷൻ ഏതാണെന്ന് കണ്ടെത്തി പെട്ടെന്ന് നമ്മൾ അതിലെ സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തി എങ്ങനെ സോൾവ് ചെയ്യാം എന്ന പാറ്റേൺ കൃത്യമായിട്ട് ഫോളോ ചെയ്തുകൊണ്ട് പ്രോബ്ലംസ് സ്പീഡിൽ ചെയ്യാൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. പിന്നെ നമ്മൾ അതിൻ്റെ കണ്ടിന്യൂവേഷൻ എന്നോണം ആ ചാപ്റ്ററിലെ ബാക്കി ടോപ്പിക്കുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസിലേക്കാണ് വീണ്ടും പോകുന്നത്. ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒന്നാമത്തെ പ്രോബ്ലം ഞാൻ വായിക്കാം. 2 point charges 3 microcoulomb and -3 microcoulomb are located 20 cm apart in vacuum. Question A. What is the electric field at the point O on the line AB joining the two charges? Well, question B. If a negative charge of magnitude 1.5 into 10 raised to -9 coulomb is placed at this point, what is the force experienced by the test charge? നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസുമായിട്ട് ചെറിയൊരു സാമ്യമുള്ള പ്രോബ്ലമാണ്. പക്ഷെ ശ്രദ്ധിക്കണം, 2 ചാർജാണ്. +3 മൈക്രോ കൂളമ്പും -3 മൈക്രോ കൂളം ചാർജസ് തന്നിട്ടുണ്ട്. അവ തമ്മിൽ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. നമുക്ക് കാണേണ്ടത് ആ ലൈൻ ജോയിനിങ്ങിലെ മിഡിൽ പോയിന്റിലെ ഫീൽഡ് എത്രയാണെന്നുള്ളതാണ്. ആ ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ആ പോയിന്റിൽ നമ്മളൊരു ടെസ്റ്റ് ചാർജ് വെച്ചാൽ അതിൻ്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്ര ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. നമുക്ക് ഗിവൺ വാല്യൂസ് എടുത്ത് എഴുതാം. അപ്പോൾ നമുക്ക് ഈ പ്രോബ്ലത്തിൽ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. 2 ചാർജ് നമ്മൾ പറഞ്ഞു, +3 മൈക്രോ കൂളം അതുപോലെ -3 മൈക്രോ കൂളം. ഇങ്ങനെ ഒരു പിക്ചർ പ്രോബ്ലത്തിൻ്റെ കൂടെ തന്നിട്ടുണ്ട്. അപ്പം O എന്നുള്ള പോയിന്റ് അതിൽ കാണിച്ചിട്ടുള്ളത് മിഡ് പോയിന്റ് ആയിട്ടാണ്. ആ ലൈൻ ജോയിനിങ്ങിൻ്റെ മിഡ് പോയിന്റ് ആയിട്ടാണ്. അപ്പോൾ നമുക്ക് കാണേണ്ടത് ആ മിഡ് പോയിന്റിലെ ഫീൽഡാണ്. ടോട്ടൽ ഡിസ്റ്റൻസ് നമ്മൾ 20 cm എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2 ചാർജിൽ നിന്നും മിഡ് പോയിന്റിലേക്ക് 10 cm ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ കേസ് നമുക്ക് എ പാർട്ട് നമുക്ക് ടോട്ടൽ ഫീൽഡ് അറ്റ് ദിസ് O ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. നോക്കൂ, 2 ഫീൽഡ് അവിടെ ഉണ്ട് അല്ലേ. പ്ലസ് ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡ് ഇതാ ഇങ്ങോട്ടായിരിക്കും, ഈ 1 എന്ന് ഞാനതിന് കൊടുത്തു. അതുപോലെ മൈനസ് ചാർജ് ഉണ്ടാക്കുന്ന ഫീൽഡും അതേ ഭാഗത്ത് തന്നെ ആയിരിക്കും. എന്തുകൊണ്ടാണ്? പ്ലസ് ചാർജ് അങ്ങോട്ട്, മൈനസ് ചാർജ് എന്ന് പറയുമ്പോൾ ഇവിടെ ടുവേർഡ്സ് ദ ചാർജ് ആയിരിക്കും അല്ലേ. ഇവിടെ എവേ ഫ്രം ദ ചാർജ്, ഇവിടെ ടുവേർഡ്സ് ദ ചാർജ്. അപ്പോൾ രണ്ടും ഒരേ ഡയറക്ഷനിലായിരിക്കും. E1ഉം E2ഉം ഒരേ ഡയറക്ഷനിലായിരിക്കും. ടോട്ടൽ ഫീൽഡ് കാണാൻ എന്ത് ചെയ്താൽ മതി? ആ 2 ഫീൽഡ് കൂടി ആഡ് ചെയ്താൽ മതി. സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഇവിടെ ഒരു പ്രത്യേകത നോക്കൂ, 2 ചാർജിൻ്റെയും മാഗ്നിറ്റ്യൂഡ് തുല്യമാണ്. അതുപോലെ 2 ചാർജിൽ നിന്നും സെൻട്രൽ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസും തുല്യമാണ്. അതുകൊണ്ട് തന്നെ E1ൻ്റെയും E2ൻ്റെയും മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. E1ഓ E2ഓ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനെ ഡബിൾ ചെയ്താൽ നമുക്ക് നെറ്റ് ഫീൽഡ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. E = 1/4πε0 Q1/R1² അല്ലേ. Q/R² എന്നുള്ളത് ഞാൻ E1 ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ E1 = this one. അപ്പോൾ E1ൻ്റെ വാല്യൂവിന് കാണാം 9 × 10⁹. ചാർജിൻ്റെ വാല്യൂ 3 മൈക്രോ കൂളമ്പാണ്. മൈക്രോ നമ്മൾ ഒരുപാട് തവണ പറഞ്ഞതാണ്. 10⁻⁻6 ദെൻ ഡിവൈഡ് ബൈ R² എന്ന് പറയുമ്പോൾ നോക്കൂ 10 cm ആണ്. അപ്പോൾ 10 × 10⁻². ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് 27 × 10⁵ Nm/Coulomb. ഇതാണ് ഒരു ചാർജ് ഓയിൽ ഉണ്ടാക്കുന്ന ഫീൽഡിൻ്റെ ആൻസർ. 27 × 10⁵. നമ്മൾ നേരത്തെ പറഞ്ഞു 2 ഫീൽഡ് ഒരേ ഡയറക്ഷനിലായതുകൊണ്ട് മാത്രമല്ല 2 ഫീൽഡിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും?
സെയിം ആയിരിക്കും എന്നുള്ളതുകൊണ്ട് ഇതിന് ഡബിൾ എടുത്താൽ എന്തായി നെറ്റ് ഫീൽഡായി. അപ്പോൾ നെറ്റ് ഫീൽഡ് E ഈക്വൽ ടു നമ്മൾ എന്ത് ചെയ്യണം ആക്ച്വലി E1 പ്ലസ് E2 അല്ലേ. ഇതിനർത്ഥം ഇതിന് ഡബിൾ ചെയ്താൽ മതി പറഞ്ഞു. ഇതിന് 2 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്ന ആൻസർ എത്ര 27 ഇൻറ്റു 2 54 ഇൻറ്റു 10⁵5 ന്യൂട്ടൺ പെർ കൂളം. ഇതാണ് നെറ്റ് ഫീൽഡ് അറ്റ് O എന്നുള്ളതിൻ്റെ ആൻസർ ആയിട്ട് കിട്ടുക. അത് ചെയ്ത് നോക്കാം. ദെൻ ഇനി നമുക്ക് കാണേണ്ടത് ഈ പോയിന്റിൽ ഇങ്ങനെ ഒരു ടെസ്റ്റ് ചാർജ് വെച്ചാൽ അതിൻ്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എത്രയായിരിക്കും. നോക്കൂ, ഫീൽഡുള്ള സ്ഥലത്ത് ഒരു ചാർജ് വെച്ചാൽ ഫോഴ്സ് കാണുന്ന ഇക്വേഷൻ നമ്മൾ 1-2 തവണ ചെയ്തു. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഓരോ പ്രോബ്ലംസ് ചെയ്ത് കഴിയുമ്പോഴും ഈസിയായി വരണം. കാരണം നമ്മൾ 1-2 കേസുകൾ നമ്മൾ ഇതിനു മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഓർമ്മ വരണം. അപ്പോൾ കുറച്ചും കൂടി ഈസി ആവും. അങ്ങനെ കൂടുതൽ നമ്മൾ പ്രോബ്ലം ചെയ്യുന്തോറും നമുക്ക് ഫാസ്റ്റായിട്ട് വരും. നോക്കൂ, അപ്പോൾ ഈ ടെസ്റ്റ് ചാർജ് ഇവിടെ വെച്ചാണ്ടാക്കുന്ന ഫോഴ്സ് എത്രയാണ്? F is equal to Q into the net ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ Q എത്രയാണ് നോക്കൂ, 1.5 അല്ലേ, നെഗറ്റീവ് ചാർജ് ആണ്. അപ്പോൾ നമുക്ക് ഇതിന് മാഗ്നിറ്റ്യൂഡ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്തെടുക്കാം 1.5 ഇൻറ്റു 10⁻⁻⁹. നെറ്റ് ഫീൽഡ് 54 ഇൻറ്റു 10⁵5. ദെൻ ഫൈനൽ ആൻസർ വരുന്നത് 81 ഇൻറ്റു 10⁻⁻⁴ ന്യൂട്ടൺ എന്ന്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ഫോഴ്സ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റി. ഇതിനെ കൂടെ ചിലപ്പോൾ ഡയറക്ഷൻ ചോദിക്കാറുണ്ട്. നോക്കൂ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് നമുക്ക് വേണമെങ്കിൽ AB എന്ന് കൊടുത്തുകൊണ്ട് ഡയറക്ഷനും കൂടി ആൻസറിലേക്ക് ഉൾപ്പെടുത്താം. ആൻസറിൽ ചിലപ്പോൾ ഡയറക്ഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ E1 ടുവേർഡ്സ് OB ആണ്. E2 എന്ന് പറയുന്ന ഫീൽഡും എങ്ങനെ ടുവേർഡ്സ് OB ആണ്. റിസൾട്ടും എങ്ങോട്ടാണ് ടുവേർഡ്സ് OB. അപ്പോൾ ഡയറക്ഷൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ടുവേർഡ്സ് OB എന്ന് കൂടി നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി ഫോഴ്സിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നോക്കൂ, നമുക്ക് തന്നിട്ടുള്ള ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ആയിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത് അല്ലേ, നെഗറ്റീവ് ചാർജ്. അങ്ങനെയാണെങ്കിൽ ഈ കിട്ടുന്ന ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ഇതൊരു വെക്റ്റർ ഇക്വേഷനാണ്. F is equal to QE എന്നുള്ളത്. Q എന്ന് പറയുന്നത് പോസിറ്റീവ് ചാർജ് ആയിരുന്നെങ്കിൽ ഫീൽഡ് എങ്ങോട്ടാണോ അങ്ങോട്ടായിരിക്കും ഫോഴ്സ്. എന്നാൽ ഇവിടെ നമ്മൾ വെച്ചിട്ടുള്ള ടെസ്റ്റ് ചാർജ് നെഗറ്റീവ് ചാർജ് ആയതുകൊണ്ട് തന്നെ ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിരിക്കും ഫോഴ്സ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ഫോഴ്സിൻ്റെ ഡയറക്ഷൻ നമ്മളോട് ചോദിച്ചാൽ അലോങ് നമ്മൾ എഴുതേണ്ടത് അലോങ് OA ആണ് അല്ലേ, അലോങ് OA. നെറ്റ് ഫീൽഡ് അങ്ങോട്ടാണ് അലോങ് OB. ഈ രീതിയിൽ ഡയറക്ഷൻ വെച്ചിട്ട് നമുക്ക് കാണാൻ ചോദിക്കാം. അപ്പോൾ നമ്മൾ ആ ഡയറക്ഷനെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കി വെക്കണം. ഇത്ര ഇക്വേഷൻസ് വെച്ച് നമുക്ക് ഡയറക്ഷൻ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ള കേസ് നമ്മൾ ഓർത്ത് വെക്കണം. ഇതാണ് ഈ കേസിൽ നമുക്ക് പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 2 പാർട്ടാണ് ക്വസ്റ്റ്യനിൽ, A പാർട്ടും B പാർട്ടും. A പാർട്ട് 2 insulated charged copper spheres A and B have their centers separated by a distance of 50 centimeter. What is the mutual force of electrostatic repulsion if the charges on each is 6.5 into 10⁻⁻⁷ കൂളം? 2 സ്ഫിയേഴ്സ്, ആ 2 സ്ഫിയേഴ്സിലെ ചാർജ് നമുക്ക് തന്നിട്ടുണ്ട്. രണ്ടിലും ഈക്വൽ ചാർജാണ്, 6.5 into 10⁻⁻⁷ കൂളം. അപ്പോൾ തമ്മിലുള്ള സെപ്പറേഷൻ തന്നിട്ടുണ്ട്. സിംപ്ലി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അവ തമ്മിലുള്ള ഫോഴ്സ് എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനാണ് A പാർട്ട്. B പാർട്ട് നോക്കൂ. വാട്ട് ഈസ് ദ ഫോഴ്സ് ഓഫ് റിപ്പൽഷൻ ഇഫ് ഈച്ച് സ്ഫിയർ ഈസ് ചാർജ്ഡ് ഡബിൾ ദ എബവ് എമൗണ്ട് ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം ഈസ് ഹാഫ്. അപ്പം ഇതിൽ ചെറിയ ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ പുതിയ ഫോഴ്സ് എത്രയാണ്? എന്തൊക്കെ ചേഞ്ച് ഉള്ളത്? 2 ചാർജിനും നിലവിലുള്ള ചാർജിൻ്റെ ഡബിൾ ചാർജ് കൊടുത്തു. മാത്രമല്ല ആ ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്തിട്ടുണ്ട്? പകുതിയാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ആക്കിയാൽ പുതിയ ഫോഴ്സ് എത്രയായിരിക്കും എന്നുള്ള 2 ക്വസ്റ്റ്യനാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിലെ ഗിവൺ ക്വാണ്ടിറ്റീസ് നമുക്കൊന്ന് നോക്കാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ക്വാണ്ടിറ്റീസ് ഇതൊക്കെയാണ്. 2 സ്ഫിയേഴ്സിനും ഈക്വൽ ചാർജാണ്. Q1 ഈക്വൽ ടു Q2 ഈക്വൽ ടു 6.5 into 10⁻⁷ കൂളം. അതുപോലെ അതുപോലെ ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട് 50 സെൻറ്റിമീറ്റർ. ദാറ്റ് മീൻസ് 50 into 10⁻⁻² മീറ്റർ. അപ്പോൾ ഇതിന് ഫോഴ്സ് കാണാനാണ് A പാർട്ട്. അപ്പോൾ A പാർട്ട് നമ്മൾ ഇതുവരെ ചെയ്ത പോലെ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം. F is equal to 1/4πε0 Q1 Q2 R² എന്ന രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാം. വാല്യൂ കൊടുത്ത് നോക്കാം. ദാറ്റ് ഇസ് ഈക്വൽ ടു 9 into
10⁻⁹. അഗെയിൻ Q1 ഉം Q2 ഈക്വൽ ആണ്. അപ്പോൾ ഒരു ചാർജിൻ്റെ സ്ക്വയർ ചെയ്താൽ മതി. 6.5 × 10⁻⁻7 കൂളമ്പിന് സ്ക്വയർ ചെയ്യാം. ഓൾ ഡിവൈഡ് ബൈ നോക്കൂ R സ്ക്വയർ ആണ്. 50 × 10⁻⁻2 സ്ക്വയർ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ദാറ്റ്സ് ഈക്വൽ ടു, ഇങ്ങനെ ചെയ്താൽ കിട്ടുന്ന ആൻസർ 1.5 × 10⁻⁻2 ന്യൂട്ടൺ എന്നാണ്. അതിൻ്റെ ബി പാർട്ടിൽ ഈ സിസ്റ്റത്തിൽ ചില മാറ്റങ്ങൾ കൊണ്ടുവരികയാണല്ലേ. രണ്ടിൻ്റെയും ചാർജ് ഡബിളാക്കി. നേരത്തെ രണ്ടിൻ്റെയും ചാർജ് ഈക്വൽ ആയിരുന്നു, പക്ഷെ അത് ഒരു പെർട്ടിക്കുലർ ചാർജ് ആയിരുന്നു, അതിന് ഡബിളാക്കി. അപ്പോൾ ഡബിൾ എന്ന് പറയുമ്പോൾ ഞാൻ അതിന് Q' എന്ന് എഴുതാം. Q' ഈസ് ഈക്വൽ എന്തായി 2Q ആയി അല്ലേ. നേരത്തെ അതിനെ Q എന്ന് കൊടുക്കാം. Q ഈക്വൽ ടു ആണെന്ത് Q1 ഉം Q2 ഉം ഈക്വൽ ആണ്, അതിനെ ഞാൻ Q എന്ന് കൊടുത്തു. ഇപ്പോൾ അതെന്തായി 2Q ആയിട്ടുണ്ട്. മാത്രമല്ല പുതിയ ഡിസ്റ്റൻസ് R' ഈസ് ഈക്വൽ എത്രയാണ് R/2. നേരത്തെ ഉണ്ടായ ഡിസ്റ്റൻസിൻ്റെ പകുതിയാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പുതിയ ഇക്വേഷൻ എന്തായിരിക്കും ഫോഴ്സിനെ? പുതിയ ഫോഴ്സിനെ ഞാൻ F' എന്ന് വിളിച്ചു. F' ഈസ് ഈക്വൽ ടു 1/4πε0. ദെൻ ഇക്വേഷൻ എഴുതും നമുക്ക് Q' സ്ക്വയർ എഴുതാം അല്ലേ. കാരണം രണ്ടിനും Q' ആയി മാറിയിട്ടുണ്ട്, രണ്ടും ഡബിൾ ആയിട്ട് ചാർജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ Q' സ്ക്വയർ ചെയ്തു. ദെൻ ബൈ അതുപോലെ നമ്മൾ R' സ്ക്വയർ ചെയ്തു. ഇക്വേഷനിൽ R സ്ക്വയർ ആണ്, R' സ്ക്വയർ. Q' സ്ക്വയർ വന്ന് നിങ്ങൾക്കറിയാം. Q1 × Q2 മീൻസ് Q' × Q' ആണ് Q' സ്ക്വയർ ആയി മാറിയത്. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 1/4πε0. ഇവിടെ നമുക്ക് Q' വാല്യൂ കൊടുക്കുക. എത്ര Q' വാല്യൂ 2Q. ഇപ്പോൾ 2Q സ്ക്വയർ ബൈ R' വാല്യൂ കൊടുത്താൽ R/2 സ്ക്വയർ. ഈ രീതിയിലായി മാറി. അപ്പോൾ ഇക്വേഷൻ ഒന്നും കൂടി നമുക്ക് സിംപ്ലിഫൈ ചെയ്താൽ 1/4πε0. നമുക്ക് Q സ്ക്വയർ ഉണ്ടല്ലേ, Q സ്ക്വയർ ബൈ R സ്ക്വയർ ഉണ്ട്. കൂടെ ഇവിടെ 2ൻ്റെ സ്ക്വയർ ഉണ്ടല്ലേ 4. അതുപോലെ ഇവിടെ 1/2 സ്ക്വയർ ഉണ്ട് അല്ലേ. 1/2 സ്ക്വയർ മീൻസ് 1/4. അപ്പോൾ 1/4 മീൻസ് ആ 4 മുകളിലേക്ക് വരും, ഇൻറ്റു എന്ത് വരും 4. അപ്പോൾ പുതിയ ഇക്വേഷൻ ഇങ്ങനായി മാറി. ഈ ഇക്വേഷൻ തന്നെയാണ് നമ്മൾ എഴുതിയ ഇക്വേഷൻ അല്ലേ. Q1 ഉം Q2 ഉം ഈക്വൽ ആയിരുന്നു, ഇത് നമുക്ക് Q സ്ക്വയർ എന്ന് എഴുതായിരുന്നു. അപ്പോൾ നമുക്ക് 1/4πε0 Q സ്ക്വയർ ബൈ R സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ഇപ്പോഴും ഇവിടെ ഉണ്ട്. അതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് അല്ലേ, 1.5 × 10⁻⁻2 ന്യൂട്ടൺ. ഇനി പുതിയ ഫോഴ്സ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, അതിനെ 16 കൊണ്ട് ഗുണിച്ചാൽ മതി എന്നർത്ഥം. അപ്പോൾ കിട്ടുന്ന ആൻസർ നമുക്ക് ദാറ്റ് ഈസ് ഈക്വൽ ടു 16 × നേരത്തെ കിട്ടിയ വാല്യൂ ആയ 1.5 × 10⁻⁻2 ന്യൂട്ടൺ. അപ്പോൾ അതിൻ്റെ ഫൈനൽ ആൻസർ വരുന്നത് 0.24 ന്യൂട്ടൺ എന്ന്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസിന് സാധ്യതയുണ്ട്. കാരണം നിലവിലുള്ള ഒരു ഫോഴ്സ് തന്നിട്ട് ആ സിസ്റ്റത്തിൽ ചില മാറ്റങ്ങൾ ഉണ്ടായാൽ പുതിയ ഫോഴ്സ് എത്രയെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എത്രയാണ്, നമ്മൾ ആദ്യത്തെ ഫോഴ്സിന് F എന്ന് കൊടുക്കാം, പുതിയ ഫോഴ്സിന് F' എന്ന് കൊടുക്കാം. F' ഇക്വേഷനിൽ നമ്മൾ പുതിയ വാല്യൂസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് ആ പുതിയ വാല്യൂസിന് നമ്മൾ പഴയ വാല്യൂമായിട്ട് എങ്ങനെയാണത് റിലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ആ വാല്യൂ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പഴയ ഫോഴ്സിൻ്റെ ഒരു ഇക്വേഷൻ ലഭിക്കും. കൂടെ അതിനെ എന്തെങ്കിലും ഒരു വാല്യൂ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാനോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാനോ വരും. ആ വാല്യൂ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്താൽ നമുക്ക് പുതിയ ഫോഴ്സ് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. ഈ രീതിയിലുള്ള പല ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ചിലപ്പോൾ നമുക്ക് ഒരു ചാർജ് ഡബിൾ ആയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ഡബിൾ ആയിട്ടുണ്ടാവാം. അങ്ങനെ ഏതൊരു തരത്തിലും ഇതിലെ ചേഞ്ചസ് വെച്ച് ചോദിക്കാം. അപ്പോൾ ആ രീതിയിൽ എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് ചെയ്യാൻ സാധിക്കണം. അപ്പം ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് അതിൻ്റെ കൺസെപ്റ്റുകൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എ പോയിന്റ് ചാർജ് 10 microcoulomb is at a distance of 5 cm directly above the center of a square of side 10 cm as shown in the figure. What is the magnitude of electric flux through the square? ഇവിടെ നോക്കൂ, 10 cm ഉള്ള ഒരു സ്ക്വയർ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, പിക്ചർ തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത് ഈ സ്ക്വയറിൻ്റെ സെൻറ്ററിൽ നിന്നും 5 cm മുകളിലായിട്ട് നമ്മൾ ഈ പോയിന്റിൽ ഒരു 10 മൈക്രോകൂളം ചാർജ് വെച്ചിട്ടുണ്ടെങ്കിൽ
ഈ സ്ക്വയറിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ്. നമുക്ക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? phi is equal to b dot a. ദാറ്റ് മീൻസ് എന്തെങ്കിലും ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ മതി, ഫീൽഡും ഏരിയയും. അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങനെ ഫീൽഡ് കാണാനൊരു കൺസെപ്റ്റോ അല്ലെങ്കിൽ ആ രീതിയിലേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. കാരണം ഈ ഫീൽഡ് എന്ന് പറയുന്നത് ഇവിടെ ഒരു 10 കൂളം ചാർജ് വെച്ചാൽ അതിൽ നിന്ന് ഈ സ്ക്വയറിലെ ഓരോ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലേക്ക് പോകുന്നതിനേക്കാൾ നമുക്ക് എളുപ്പം ഇത് ഗോസ് ലോന്റെ അണ്ടറിൽ സോൾവ് ചെയ്യാനാണ്. എന്ത് ഗോസ് ലോ പറയുന്നത്? ഒരു ക്ലോസ്ഡ് സർഫസിൻ്റെ ഉള്ളിൽ ഒരു ചാർജ് ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ചാർജ് ആ ക്ലോസ്ഡ് സർഫസിലൂടെ ഉണ്ടാക്കുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് phi ഈക്വൽ ടു എത്രയായിരിക്കും? phi ഈക്വൽ ടു 1/ε0 ഇൻറ്റു Q ആയിരിക്കും എന്നാ പറയും. ഇവിടെ Q എന്ന് പറയുന്നത് ആ ക്ലോസ്ഡ് സർഫസിനുള്ളിൽ ഇരിക്കുന്ന ചാർജാണ്. അപ്പോൾ നമുക്ക് ഇതിനൊരു ക്ലോസ്ഡ് സർഫസ് ആയിട്ട് എങ്ങനെ ഇമാജിൻ ചെയ്യാൻ നോക്കാം. നോക്കൂ, ഞാൻ ഈ സ്ക്വയറിനെ ബാക്കിയുള്ള സൈഡ് കൂടി ഇവിടെ കംപ്ലീറ്റ് ചെയ്ത് വരയ്ക്കാം. ഇതാ നമ്മളിങ്ങനെ ഒരു സൈഡ് എടുത്തു, ഓക്കെ, ദെൻ ഇങ്ങനെ ഒരു സൈഡ് എടുത്തു, മറ്റൊരു സൈഡ്, അല്ലേ? ദെൻ ഈ രീതിയിൽ നമ്മൾ ഇതിനൊരു ക്ലോസ്ഡ് സർഫസ് ആയിട്ട് എടുക്കുകയാണ്. ഇതാ ഇതൊരു ബോക്സ് ആയില്ലേ? ഈ ബോക്സിൻ്റെ സൈഡ് എത്രയാണ്? എല്ലാ സൈഡും എത്രയാണ്? 10 സെൻറ്റിമീറ്റർ. നമ്മൾ താഴെ തന്ന സ്ക്വയറിൻ്റെ എത്രയായിരുന്നു സൈഡ്? 10 സെൻറ്റിമീറ്ററാണ്. നമ്മൾ അതേ സ്ക്വയറുള്ള സൈഡുകൾ വെച്ച് മറച്ചതായിട്ട് എടുക്കും. അപ്പോൾ എല്ലാ സ്ക്വയറുകളുടെയും ഈ എഡ്ജുകൾ 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. നമുക്ക് ഒരു ബോക്സായി അതിൽ 5 സെൻറ്റിമീറ്റർ ഉയരത്തിലാണ് എന്തുള്ളത്? ചാർജ് വെച്ചിട്ടുള്ളത്. ഇവിടെയാണ് നമുക്ക് Q എന്ന് പറയുന്ന ചാർജ് ഇരിക്കുന്നത്. അപ്പോൾ ആ ബോക്സിൻ്റെ എല്ലാ സൈഡും 10 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് തന്നെ ആ ചാർജ് ഇരിക്കുന്നത് ആ ബോക്സിൻ്റെ എവിടെയാണ്? സെൻറ്ററിലാണ്. അങ്ങനെയാണെങ്കിൽ അതൊരു ക്ലോസ്ഡ് സർഫസ് ആയിട്ട് നമുക്ക് ഇമാജിൻ ചെയ്യാം. ഈ ചാർജിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ഫ്ലക്സ്, ടോട്ടൽ ഫ്ലക്സ് ത്രൂ ദിസ് ക്ലോസ്ഡ് സർഫസ് നമുക്ക് എന്തായിട്ട് എടുക്കാം? phi is equal to 1/ε0 ഇൻറ്റു Q. Q നമുക്ക് തന്നിട്ടുണ്ട്. Q is equal എത്രയാണ്? 10 മൈക്രോ കൂളം. ഇനി നമ്മളോട് പറഞ്ഞ ടോട്ടൽ ഫ്ലക്സ് കാണാനല്ല, പിന്നെയോ ഞാനിവിടെ ഷെയ്ഡ് ചെയ്യാം. ഈ നമ്മൾ ആദ്യം വരച്ച ഈ സർഫസിലൂടെ പോകുന്ന ഫ്ലക്സ് എത്രയാണ്? നോക്കൂ, നമ്മളൊരു ക്ലോസ്ഡ് സർഫസ് ആയിട്ട് ഇമാജിൻ ചെയ്തപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഷെയ്ഡ് ചെയ്ത സർഫസ് പോലെ 6 സർഫസ് കൂടി ചേരുമ്പോഴാണ്, അല്ലേ? 4 സർഫസ് സൈഡിലും, ഒന്ന് മുകളിലും ഒന്ന് താഴെയും, ഇങ്ങനെ 6 സർഫസ് കൂടി ചേരുമ്പോഴാണ് എന്തായി മാറിയത്? ഒരു ക്ലോസ്ഡ് സർഫസ് ആയി മാറിയത്. അതുകൊണ്ട് തന്നെ ടോട്ടലി പുറത്തേക്ക് പോകുന്ന ഫ്ലക്സിൻ്റെ 6/1 മാത്രമേ എന്ത് ചെയ്യുള്ളൂ? ഈ നമ്മൾ ഈ എടുത്ത അല്ലെങ്കിൽ നമുക്ക് ആദ്യം പ്രോബ്ലത്തിൽ തന്ന ആ സർഫസിലൂടെ പാസ് ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ടോട്ടൽ ഫ്ലക്സിൻ്റെ 1/6 ആയിരിക്കും എന്ത് നമ്മുടെ ആൻസർ, അല്ലേ? അപ്പോൾ ആ ചാർജിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ടോട്ടൽ ഫ്ലക്സ് നമുക്ക് phi is equal to Q/ε0 വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ 1/6 എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ സ്ക്വയറിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലക്സ് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നോക്കൂ, നമുക്കിവിടെ ഫൈനൽ ഇക്വേഷൻ ഉണ്ട്. ഞാൻ ഈ ഒരു സർഫസിലൂടെ പോകുന്ന ഫ്ലക്സിനെ phi dash എന്ന് കൊടുക്കാം. നമുക്ക് phi dash ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. phi dash is equal എത്രയാണ്? 5/6 ആണല്ലേ? ഈ ടോട്ടൽ ഫ്ലക്സിൻ്റെ /6 ആണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു 1/6 ഇൻറ്റു 5 മീൻസ് Q/ε0. Q എത്രയാണ്? 10 ഇൻറ്റു 10⁻⁻6 10 മൈക്രോ കൂളം ബൈ ε0ൻ്റെ വാല്യൂ നമുക്കറിയാം 8.854 ഇൻറ്റു 10⁻⁻12. അപ്പോൾ ഇതിന് ആൻസർ വരുന്നത് 1.88 ഇൻറ്റു 10⁻5 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളം. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഫ്ലക്സ് ത്രൂ ദ സ്ക്വയർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ഇങ്ങനെ നമുക്ക് പല രീതിയിൽ ക്വസ്റ്റ്യൻ വരാം. നമുക്കൊരു ക്ലോസ്ഡ് സർഫസ് എന്ന രീതിയിൽ പല രീതിയിലും തരാം. ഇപ്പോൾ ഒരു സെമിസ്ഫിയർ ആണ് തന്നതാ, ഒരു സെമിസ്ഫിയർ. ഈ സെമിസ്ഫിയറിൻ്റെ ഇവിടെ ആയിട്ട് ഒരു ചാർജ് ഇരിക്കുന്നു എങ്കിൽ ഇതിലൂടെ പാസ് ചെയ്യുന്ന ഫ്ലക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഫ്ലക്സ് ഇതാ ഇങ്ങനെ പാസ് ചെയ്യും, അല്ലേ? ഇതുപോലെ എല്ലായിടത്തേക്കും, ഇതുപോലെ മുകളിലേക്കും ഫ്ലക്സ് ഉണ്ടാവും, അല്ലേ? നമ്മൾ 2 ഡയമെൻഷണൽ പിക്ചറാണ് വരയ്ക്കുന്നത്, പുറത്തേക്കും ഉള്ളിലേക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ നോക്കൂ, നമുക്ക് ഈ ഇതിലൂടെ പാസ് ചെയ്യുന്ന മാത്രം കണ്ടാവും. നമുക്ക് എന്ത് ഇമാജിൻ ചെയ്യാം? ഇതൊരു കംപ്ലീറ്റ് സ്ഫിയർ ആയിട്ട് ഇമാജിൻ ചെയ്യാം. ദെൻ ടോട്ടൽ ഫ്ലക്സ് അഗെയിൻ നമുക്ക് അതിനെ കാൽക്കുലേറ്റ് ചെയ്യാം.
phi is equal to q by epsilon 0 വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാം. എന്നിട്ട് ഈ താഴെയുള്ള ഹെമിസ്ഫിയറിലൂടെ മാത്രമുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ടോട്ടൽ ഫ്ലക്സിന്റെ പകുതി എടുത്താൽ മതി അല്ലേ? പകുതി മുകൾ ഭാഗവും പകുതി താഴ്ഭാഗമാണ്. അപ്പം ഈ രീതിയിൽ നമുക്ക് പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമുക്കിത് സോൾവ് ചെയ്യാൻ പറ്റുക എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ആ ചാർജ് ഒരു ക്ലോസ്ഡ് സർഫസിനുള്ളിൽ വരുന്നതായിട്ട് നമ്മൾ എടുക്കുക. എന്നിട്ട് നമുക്ക് തന്ന ഷേപ്പ് ആ ക്ലോസ്ഡ് സർഫസിന്റെ എത്ര ഭാഗമാണ് നോക്കിയിട്ട് ആ ഭാഗം കൊണ്ട് എന്ത് ചെയ്യാം? ഡിവൈഡ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫൈനൽ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. A uniformly charged conducting sphere of 2.4 meter diameter has a surface charge density of 80 microcoulomb per meter square. Find the charge on the sphere. And the second one, what is the total electric flux leaving the surface of the sphere? ഇത് ഒരു സ്ഫിയർ, ആ സ്ഫിയറിൻ്റെ ഡയമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട് 2.4 മീറ്റർ. ദെൻ ഇപ്പോൾ ഗിവൺ വാല്യൂസ് നമ്മൾ എടുത്ത് എഴുതുമ്പോൾ ഗിവൺ അല്ലേ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഡി ഈക്വൽ ടു എത്രയാണ്? 2.4 മീറ്റർ. പലപ്പോഴും നമുക്കതിൻ്റെ റേഡിയസ് ആണ് യൂസ് ചെയ്യാൻ വരാറ്. അപ്പോൾ ആ രീതിയിലേക്ക് വേണമെങ്കിൽ കൺവേർട്ട് ചെയ്യാം. റേഡിയസ് ആർ ഈസ് ഈക്വൽ ടു എത്രയാണ്? 1.2 മീറ്റർ. മറ്റും തന്നിട്ടുള്ളത് ആ സ്ഫിയറിൻ്റെ ചാർജ് ഡെൻസിറ്റിയാണ്. സ്ഫിയർ എന്ന് പറയുമ്പോൾ ഒരു ഹോളോ സ്ഫിയർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദെൻ അപ്പോൾ അവിടെ ചാർജ് ഡെൻസിറ്റി 80 മൈക്രോ കൂളം പെർ മീറ്റർ സ്ക്വയർ ആണ് അല്ലേ? അല്ലെങ്കിൽ യൂണിറ്റ് തന്നെ മനസ്സിലാക്കാം. അത് ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എടുക്കുന്നത് എവിടെയാണ്? സർഫസിലാണ്. പെർ മീറ്റർ സ്ക്വയർ അല്ലെ? ഏരിയയാണ് അവിടെ. അപ്പോൾ ഏരിയൽ ചാർജ് ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ചാർജ് ഡെൻസിറ്റി പഠിച്ചിട്ടുണ്ട് അല്ലേ? ചാർജ് ഡെൻസിറ്റി നമ്മൾ സിഗ്മ എന്ന് കൊടുക്കാറുണ്ട്. സിഗ്മ ഇസ് ഈക്വൽ എത്രയാണ്? 80 മൈക്രോ മീൻസ് 10⁻⁻⁶ കൂളം പെർ മീറ്റർ സ്ക്വയർ. ഈ രണ്ട് ക്വാണ്ടിറ്റീസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ആ സ്ഫിയറിൻ്റെ ഡയമീറ്ററും ആ സ്ഫിയറിൻ്റെ ചാർജ് ഡെൻസിറ്റിയും. ഇനി കാണേണ്ടത് നോക്കൂ. ഫസ്റ്റ് നമുക്ക് കാണേണ്ടത് ഫൈൻഡ് ദ ചാർജ് ഓൺ ദ സ്ഫിയർ. ആ സ്ഫിയറിൽ ടോട്ടൽ എത്ര ചാർജ് സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട് നമുക്ക് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം നമുക്ക് ചാർജ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. എന്താ ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ യൂണിറ്റ് ഏരിയയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ചാർജിനെയാണ് എന്ത് വിളിക്കുന്നത്? ചാർജ് ഡെൻസിറ്റി. അപ്പോൾ ടോട്ടൽ കാണാൻ എളുപ്പമാണ്. കാരണം ടോട്ടൽ ഏരിയ കൊണ്ട് എന്ത് ചെയ്താൽ മതി? മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ സിംപ്ലി ക്യൂ ഈക്വൽ ടു ചാർജ് ഓൺ ദ സ്ഫിയർ, ക്യൂ ഈക്വൽ ടു അല്ലേ? എ പാർട്ട് നമുക്ക് അങ്ങനെ സോൾവ് ചെയ്യാം. ക്യൂ ഈക്വൽ ടു എന്താണ്? സിഗ്മ ഇൻറ്റു ഏരിയ ചെയ്താൽ മതി. യൂണിറ്റ് ഏരിയയിൽ എത്ര ചാർജ് സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിനെന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? ആ സ്ഫിയറിൻ്റെ ടോട്ടൽ ഏരിയ കൊണ്ട്. അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ചാർജ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് ഏരിയയാണ്. അതിൽ നിന്നും ക്യൂ ഈക്വൽ ടു എന്ത് എഴുതാം? സിഗ്മ ഇൻറ്റു എ എന്ന് എഴുതാം. സിഗ്മ നമുക്ക് തന്നിട്ടുണ്ട് 80 ഇൻറ്റു 10⁻⁻⁶ ആണ് തന്നിട്ടുണ്ട്. ഏരിയ നമുക്കറിയാം സ്ഫിയർ ആണ്. സ്ഫിയറിൻ്റെ ഏരിയ 4πr². 4π മീൻസ് 3.14. r² മീൻസ് നമുക്ക് ഡയമീറ്റർ ആണ് തന്നിട്ടുള്ളത്. നമ്മൾ റേഡിയസിലേക്ക് മാറ്റിയിരുന്നു. ഇപ്പോൾ 1.2². അപ്പം ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ചാർജ് കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ ചാർജിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ദെൻ ക്യൂ ഈക്വൽ ടു 1.45 ഇൻറ്റു 10⁻⁻³ കൂളമ്പാണ്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഇതാണ് അതിൻ്റെ മെത്തേഡ് എന്ന് പഠിച്ചു വെക്കുക. നമുക്ക് ഒരു സർഫസിലെ ചാർജ് ഡെൻസിറ്റി കണ്ടാൽ ടോട്ടൽ ചാർജ് കാണാൻ എന്ത് ചെയ്താൽ മതി? ഏരിയ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി എന്ന് മനസ്സിലാക്കാം. അതിൽ നിന്ന് ആൻസറിലേക്ക് നമുക്ക് ഈസി ആയിട്ട് എത്തിച്ചേരാൻ പറ്റും. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ വരുന്നത് വാട്ട് ഇസ് എ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ലീവിംഗ് ദ സർഫസ് ഓഫ് ദ സ്ഫിയർ. അങ്ങനെ ചാർജ്ഡ് ആയിട്ടുള്ള ഒരു സ്ഫിയർ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ്. അതാണ് നമ്മൾ ഗോസസ് തിയറത്തിൽ പറയുന്നത് അല്ലേ? ഒരു ക്ലോസ്ഡ് സർഫസിലൂടെ പോകുന്ന ഫ്ലക്സ് എന്തിന് ഈക്വലാണ്? ആ ക്ലോസ്ഡ് സർഫസിനുള്ളിൽ ഇരിക്കുന്ന ചാർജിൻ്റെ 1/ε0 ടൈംസിന് ഈക്വലാണ്. നമ്മളിപ്പോൾ ഒരു ചാർജ്ഡ് സ്ഫിയർ ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ നമുക്ക് ആ രീതിയിൽ അതിനെ സോൾവ് ചെയ്യാൻ നോക്കാം. നോക്കൂ, ഒരു ചാർജ്ഡ് സ്ഫിയർ ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ? ഇതാ ഒരു ചാർജ്ഡ് സ്ഫിയർ. ഇതിന് മുകളിൽ ചാർജ്, ഇതിന് പുറത്തേക്ക് പോകുന്ന ഫ്ലക്സ് എത്രയാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത് അല്ലേ? പോസിറ്റീവ് ചാർജ് എന്നുള്ള രീതിയിലെടുക്കാം. അതുകൊണ്ട് നമുക്ക് പുറത്തേക്ക് പോവുക എന്നുള്ള കൺസെപ്റ്റിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അങ്ങനെ ഈ പോകുന്ന ടോട്ടൽ ഫ്ലക്സ് എത്രയാണ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? ഒരു ഗോഷ്യൻ സർഫസ് അല്ലേ? ഒരു ക്ലോസ്ഡ് സർഫസ് ഇമാജിൻ ചെയ്യുക അല്ലേ?
ആ ക്ലോസ്ഡ് സർഫസിലൂടെ പോകുന്ന ടോട്ടൽ ഫ്ലക്സ് എന്തിന് ഈക്വൽ ആയിരിക്കും? അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ചാർജിൻ്റെ മാഗ്നിറ്റ്യൂഡിനെ 1/ε0 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ആ രീതിയിൽ നമുക്കിവിടെ ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. Phi is equal to again Q by എന്താണ് ε0 അല്ലേ, 1/ε0 ഇൻറ്റു Q. അപ്പോൾ ഈ നമ്മൾ ഇമാജിൻ ചെയ്ത ക്ലോസ്ഡ് സർഫസിലൂടെ പോകുന്ന ഫ്ലക്സ് എന്ന് പറയുന്നത് ആ ഉള്ളിലിരിക്കുന്ന സ്ഫിയറിൽ നിന്ന് വരുന്ന ഫ്ലക്സ് ആണ്. അപ്പോൾ ആ ഉള്ളിലിരിക്കുന്ന സ്ഫിയറിൽ നിന്നും വരുന്ന ടോട്ടൽ ഫ്ലക്സ് തന്നെയാണ് നമ്മൾ ഇമാജിൻ ചെയ്ത ഗോഷിയൻ സർഫസിലൂടെ പാസ് ചെയ്യുന്നതും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ആ സ്ഫിയറിൽ നിന്നും പുറത്തേക്ക് പോകുന്ന ടോട്ടൽ ഫ്ലക്സ് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ ദാറ്റ് ഈസ് ഈക്വൽ ടു Q നമ്മൾ പറഞ്ഞു. ചാർജ് എത്രയാണ് ഇരിക്കുന്നത്? ചാർജ് നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിരുന്നു. എത്രയായിരുന്നത്? 1.45 ഇൻറ്റു 10⁻³ അതിന് ε0ൻ്റെ വാല്യൂ ഡിവൈഡ് ചെയ്യുക. 8.854 ഇൻറ്റു 10⁻12. ഇങ്ങനെ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ടോട്ടൽ ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ടോട്ടൽ ഫ്ലക്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ആൻസർ 1.64 ഇൻറ്റു 10⁸ ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളമാണ്. അപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പ്രോബ്ലവുമായിട്ട് ഒരു ബന്ധമുള്ള പ്രോബ്ലമാണ്. ഇവിടെയും നമ്മൾ യൂസ് ചെയ്യേണ്ടത് ഗോസ് ലോ ആണ്. ഇപ്പോൾ ഗോസ് ലോ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഫ്ലക്സ് കാൽക്കുലേറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് ചാർജ് ഡെൻസിറ്റി വെച്ചിട്ട് ചാർജ് തന്നാൽ ചാർജ് ഡെൻസിറ്റി കാണാം, തിരിച്ച് ചാർജ് ഡെൻസിറ്റി എന്നാൽ ടോട്ടൽ ചാർജും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അത് ഏത് ചാർജ് ഡെൻസിറ്റി ആയാലും ലീനിയർ ചാർജ് ഡെൻസിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതുപോലെ സർഫസ് ചാർജ് ഡെൻസിറ്റി പഠിച്ചിട്ടുണ്ട്, വോളിയം ചാർജ് ഡെൻസിറ്റിയെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ഈ പാറ്റേണിൽ എന്ത് ചെയ്യാൻ പറ്റും? സോൾവ് ചെയ്യാൻ പറ്റും. നമ്മൾ കഴിഞ്ഞ 2 പ്രോബ്ലംസും ഇലക്ട്രിക് ഫ്ലക്സുമായും അതുപോലെ ഗോസ് ലോയുമായും ബന്ധപ്പെട്ടാണ് ചെയ്തത്. അതിന് വ്യത്യസ്തമായ പ്രോബ്ലം നോക്കൂ. എ പെൻഡുലം ബോബ് ഓഫ് മാസ് 40 milligram and carrying a charge of 2 into 10⁻⁻5 coulomb is at rest in a horizontal electric field of 2 into 10⁻⁴ Newton per coulomb. Find the tension in the string of the pendulum and the angle it makes with the vertical. നോക്കൂ, നേരിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉപയോഗിച്ച് സോൾവ് ചെയ്യാവുന്ന ഒരു പ്രോബ്ലം അല്ല എന്ന് നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ നമുക്ക് അത് ഏത് രീതിയിൽ സോൾവ് ചെയ്യാൻ നോക്കാം. നോക്കൂ, ഒരു പെൻഡുലം ആണ്. ഇങ്ങനെ ഒരു പെൻഡുലം ബോബിന്റെ മാസ് തന്നിട്ടുണ്ട് അല്ലേ, 40 milligram. മില്ലി എന്ന് പറഞ്ഞാൽ 10⁻³ ദെൻ ആ ഈ ബോബില് എത്ര ചാർജ് ഉണ്ട്? 2 into 10⁻⁻5 ചാർജ് ഉണ്ട്. ഇനി അതിരിക്കുന്നത് ഒരു ഹൊറിസോണ്ടൽ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ്. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലാണ് അതിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഹൊറിസോണ്ടൽ ആണെന്ന് പറയുന്നുണ്ട്. ഹൊറിസോണ്ടൽ മീൻസ് ഇങ്ങനെ അല്ലേ, വെർട്ടിക്കലും ഹൊറിസോണ്ടലും. ഈ രീതിയിലാണ് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. ഒന്നുകിൽ റൈറ്റിലേക്കാവാം, ലെഫ്റ്റിലേക്കാവാം, പ്രത്യേകിച്ച് പറയുന്നില്ല. നമ്മൾ എന്ത് ചെയ്യുന്നു? റൈറ്റിലേക്കാണ് ഇമാജിൻ ചെയ്യുന്നു, ഹൊറിസോണ്ടലാണ്. ഇനി ഫൈൻഡ് ദ ടെൻഷൻ ഇൻ ദ സ്ട്രിങ് ഓഫ് ദ പെൻഡുലം ആൻഡ് ദ ആംഗിൾ ഇറ്റ് മേക്സ് വിത്ത് ദ വെർട്ടിക്കൽ. അപ്പോൾ അതിന് മനസ്സിലാക്കാം, ഇങ്ങനെ ഒരു ചാർജ്ഡ് ബോഡി ഇവിടെ ഇരിക്കുമ്പോൾ അതിന് മുകളിൽ ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ ആ ചാർജ്ഡ് ബോഡി ഫീൽഡിന്റെ ഡയറക്ഷനിൽ മൂവ് ചെയ്യും അല്ലെ, അങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടാവും അല്ലെ. ഒരു പെൻഡുലത്തിന്റെ മുകളിൽ അങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഇങ്ങോട്ട് ഡിസ്പ്ലേസ് ചെയ്യപ്പെടും അല്ലെ, അങ്ങോട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഈ മൂവ്മെന്റോട് കൂടി ഇവിടെ ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് എത്തുമ്പോൾ എന്ത് ചെയ്യും? അത് ഇക്വിലിബ്രിയത്തിലേക്ക് മാറും. എങ്ങനെ ഇക്വിലിബ്രിയത്തിലേക്ക് മാറും നോക്കൂ. ഇവിടെ ഇതിന് എന്തുണ്ട്? ഇങ്ങനെ ഒരു ഫോഴ്സ് ഉണ്ട് അല്ലേ, വെയിറ്റ് mg. പെൻഡുലം ബോബിന് ഒരു വെയിറ്റ് ഉണ്ട് അല്ലേ. ടെൻഷൻ എങ്ങോട്ടാ? ഇങ്ങോട്ട് ടെൻഷൻ അല്ലേ, ആ സ്ട്രിങ്ങിൽ ഉണ്ടാവുന്ന ആ വലിവാണ് അല്ലേ, ഒപ്പോസിങ് ഫോഴ്സ് ആണെന്ത്? ടെൻഷൻ. നമുക്ക് അവിടെ 2 ഫോഴ്സ് ഉണ്ട് പറഞ്ഞു അല്ലേ, ടെൻഷനും ഉണ്ട് mg ഉണ്ട്. അപ്പോൾ ഈ 2 ഫോഴ്സ്, ഒന്ന് താഴേക്കാണ്, ഒന്ന് ഇൻക്ലൈൻഡ് ആണ്. ഇതിൻ്റെ റിസൾട്ടന്റ് ഫോഴ്സും കൂടെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഫോഴ്സ് ഉണ്ട്, റൈറ്റ് സൈഡിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുണ്ടാവുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും ഉണ്ട്. ഈ 2 ഫോഴ്സും ബാലൻസ് ചെയ്യുന്ന ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ എത്തുമ്പോൾ ഇതെന്താവും? ഇക്വിലിബ്രിയത്തിലാവും. നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് ആ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ ഇവിടെ വരുന്ന ആംഗിൾ എത്രയാണ്, ഈ സ്ട്രിങ്ങിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടെൻഷൻ എത്രയാണ്. ഈ 2 കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ആ കൺസെപ്റ്റ് ഞാൻ ഇവിടെ നിന്ന് വരച്ചിട്ടുണ്ട്. നോക്കൂ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പം പെൻഡുലം ബോബ്, അതിൻ്റെ മുകളിൽ 3 ഫോഴ്സ് ഉണ്ട് നമ്മൾ പറഞ്ഞു. ഒന്ന് F = QE അല്ലേ, ഹൊറിസോണ്ടൽ ഇലക്ട്രിക് ഫീൽഡ് ആ ചാർജ്ഡ് പാർട്ടിക്കിളിൽ ഉണ്ടാക്കുന്ന ഫോഴ്സ് എത്ര? F = QE. ദെൻ നെക്സ്റ്റ് ഫോഴ്സ് mg ഡൗൺവേർഡ്സ്. അതുപോലെ ഒന്ന്
ആ സ്ട്രിങ്ങിൽ ഉണ്ടാകുന്ന ടെൻഷൻ. ഈ 3 ഫോഴ്സുകളുടെയും റിസൾട്ട് 0 ആവുന്ന ആ ആംഗിളിലാണ് അത് ഇക്വിലിബ്രിയം പൊസിഷനിലേക്ക് വന്ന് നിൽക്കുക. അപ്പോൾ നമുക്ക് കാണേണ്ടത് നമ്മൾ പറഞ്ഞു ഈ തീറ്റ എന്ന് പറയുന്ന ആംഗിളും ഈ സ്ട്രിങ്ങിൽ ഉണ്ടാവുന്ന ടെൻഷനും. ഇവിടെ ഇതിനൊരു ബാലൻസിങ് കണ്ടീഷൻ എഴുതാൻ നമുക്ക് ഈ ടെൻഷനെ ഞാൻ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാം. എങ്ങനെയാ നോക്കൂ, ഇതിൽ എഫ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടലാണ്, എം ജി എന്താണ് വെർട്ടിക്കലാണ്. അതുകൊണ്ട് തന്നെ ടി എ നമുക്ക് ഹൊറിസോണ്ടൽ കമ്പോണന്റും വെർട്ടിക്കൽ കമ്പോണന്റും ആയിട്ട് എന്ത് ചെയ്യാം, സ്പ്ലിറ്റ് ചെയ്യാം. നമ്മൾ റെസൊല്യൂഷൻ ഓഫ് വെക്ടർ പഠിച്ചതാണ്. നോക്കൂ, ഇങ്ങനെ അപ്വേർഡ് ആയിട്ടൊരു ടെൻഷന്റെ കമ്പോണന്റ്, അതുപോലെ ഹൊറിസോണ്ടൽ ആയിട്ടൊരു കമ്പോണന്റ്. ഈ ആംഗിൾ തീറ്റ ആണല്ലോ, അപ്പോൾ ഈ ഓപ്പോസിറ്റ് ആംഗിൾ എന്തായിരിക്കും, തീറ്റ അല്ലേ. ഈ ഓപ്പോസിറ്റ് ആംഗിൾ എന്തായിരിക്കും, തീറ്റ. അങ്ങനെയാണെങ്കിൽ ടിയുടെ അഡ്ജസന്റ് കമ്പോണന്റ് ഏതാ, ആംഗിൾ തന്ന സൈഡ് ആണല്ലേ. അഡ്ജസന്റ് കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ കോസ് കമ്പോണന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ അപ്വേർഡ് കമ്പോണന്റ് എത്രയാണ്, ടി കോസ് തീറ്റ. അതുപോലെ ഈ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എത്രയാണ്, ടി സൈൻ തീറ്റ അല്ലേ. അപ്പൊ അഡ്ജസന്റ് കമ്പോണന്റ് കോസ് കമ്പോണന്റ് ആണ്, ഓപ്പോസിറ്റ് കമ്പോണന്റ് ഏതാണ്, സൈൻ കമ്പോണന്റ് ആണ്. ഇവിടെ ഓപ്പോസിറ്റ് ഹൊറിസോണ്ടലായി വന്നു, അഡ്ജസന്റ് വെർട്ടിക്കലായി വന്നു എന്നേ ഉള്ളൂ. അപ്പൊ ഈ ബാലൻസിങ് കണ്ടീഷന്റെ ഒരു കൺസെപ്റ്റ് നമുക്ക് ഇവിടെ എഴുതാം. ബാലൻസ് ചെയ്യപ്പെടുമ്പോൾ നമുക്ക് ടി സൈൻ തീറ്റ ഈക്വൽ എത്രയായിരിക്കും, ക്യു ഇ, കാരണം നെറ്റ് ഫോഴ്സ് 0 ആണ്. അതുപോലെ ടി കോസ് തീറ്റ ഈക്വൽ എന്തായിരിക്കും, എം ജി. അപ്പൊ അപ്വേർഡ് ഫോഴ്സും അതുപോലെ ഡൗൺവേർഡ് ഫോഴ്സും എന്താണ്, ഈക്വൽ ആണ്. റൈറ്റിലേക്കുള്ള ഫോഴ്സും ലെഫ്റ്റിലേക്കുള്ള ഫോഴ്സും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നെറ്റ് ഫോഴ്സ് 0 ആവുക. ഈ ക്വസ്റ്റ്യനിൽ തന്ന ക്വാണ്ടിറ്റീസ് ഇതൊക്കെ ആയിരുന്നു അല്ലേ. ബോബിന്റെ ചാർജ്, ബോബിന്റെ മാസ്, അവിടെ ഹൊറിസോണ്ടൽ ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ ഈ ഇക്വിലിബ്രിയം കണ്ടീഷനിൽ നിന്നും അല്ലെങ്കിൽ ആ ഫിഗറിൽ നിന്നും നമുക്കൊരു ഇക്വേഷൻ ഇവിടെ എഴുതാൻ പറ്റും. എന്താണത്, ദിസ് ടി സൈൻ തീറ്റ ഈക്വൽ ടു ക്യു ഇ അല്ലേ. ഹൊറിസോണ്ടൽ ഫോഴ്സുകളായ ടി സൈൻ തീറ്റ ഈക്വൽ ടു ക്യു ഇ. അതുപോലെ വെർട്ടിക്കൽ കമ്പോണന്റ് ആയ ടി കോസ് തീറ്റ ഈക്വൽ ടു എത്രയാണ്, എം ജി. ഇതിൽ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ടിയും തീറ്റയും ആണ്. 2 അൺനോൺ ക്വാണ്ടിറ്റീസ് ഉണ്ട് അല്ലേ. അപ്പോൾ 2 അൺനോൺ ക്വാണ്ടിറ്റീസ് വന്നാൽ നമുക്ക് 2 കൂടി കാണാൻ പറ്റില്ല, ഒന്നിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ ഇത് എലിമിനേറ്റ് ചെയ്യാൻ എളുപ്പ വഴി ഈ 2 ഇക്വേഷൻ അങ്ങ് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. ഫസ്റ്റ് വൺ, രണ്ടാമത്തെ ഇക്വേഷൻ. അപ്പോൾ ഇത് 1/2 ചെയ്ത് നോക്കൂ. 1/2 ചെയ്താൽ നമുക്ക് ടി ബൈ ടി ക്യാൻസൽ ആവും. ബാക്കി എന്താണ്, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ എന്താ നമുക്കറിയാം, ടാൻ തീറ്റയാണ്. ടാൻ തീറ്റ ഈക്വൽ എന്ത് കിട്ടി ഇവിടെ, ക്യു ഇ ബൈ എം ജി എന്ന് കിട്ടി. അപ്പം ഇനി ഇതിന്റെ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് വാല്യൂസ് ഒക്കെ നമുക്ക് തന്ന വാല്യൂസ് ആണ്. ക്യു എത്രയാണ് നോക്കൂ, ക്യു നമുക്ക് തന്നിട്ടുണ്ട് 2 × 10⁻⁻⁵. ഇലക്ട്രിക് ഫീൽഡ് തന്നിട്ടുണ്ട് 2 × 10⁻⁴. അതുപോലെ എം ജി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. മാസ് ഓഫ് ദ ബോബ് തന്നിട്ടുണ്ട് 40 മില്ലിഗ്രാം ആണ്. 40 × 10⁻³ ദെൻ ജിയുടെ വാല്യൂ നമുക്കറിയാം 9.8. അങ്ങനെ നമുക്ക് കിട്ടുന്ന ആൻസർ, ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് 1.02 ആണ്. ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. നമുക്ക് കിട്ടുന്ന ആൻസർ 1.02. അപ്പോൾ ഇതിൽ നമുക്ക് തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാലോ. നമുക്ക് ആംഗിൾ എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തീറ്റ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, therefore തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് അല്ലേ, ദിസ് റിസൾട്ട്. ആ റിസൾട്ടിന്റെ ടാൻ ഇൻവേഴ്സ് എടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം, തീറ്റ. ടാൻ തീറ്റ ഈക്വൽ ടു ആണ് കിട്ടിയിട്ടുള്ളത് 1.02. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 1.02 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. ആൻസർ ഇതാണ് 45.57 ഡിഗ്രി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ടാൻ ഇൻവേഴ്സ് എടുത്ത് നോക്കിയാൽ മതി. ടാൻ ഇൻവേഴ്സ് 1.25 ഈക്വൽ ടു എത്രയാണ്, 45 × 10⁻⁵. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ആംഗിൾ എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി നമുക്ക് എന്തുകൂടി കാൽക്കുലേറ്റ് ചെയ്യാണ്ട്, ടെൻഷൻ കൂടി കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട്. ടെൻഷൻ ഇനി കാൽക്കുലേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. നമ്മൾ അതിൽ 2 ഇക്വേഷൻ ഉണ്ട് അല്ലേ. ടി സൈൻ തീറ്റ ഈക്വൽ ടു ക്യു ഇ ഉണ്ട്, ടി കോസ് തീറ്റ ഈക്വൽ ഉണ്ട്, എം ജി ഉണ്ട്. ഇതിൽ എല്ലാ വാല്യൂസും അറിയാം, ടി അല്ലാത്ത എല്ലാ വാല്യൂസും അറിയാം. അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, ടി കാൽക്കുലേറ്റ് ചെയ്യാം. ഞാനിവിടെ അതിലെ കോസ് കമ്പോണന്റ് എടുക്കാം. നോക്കൂ, ടി കോസ് തീറ്റ ഈക്വൽ എന്ന് കിട്ടിയിരുന്നത് എം ജി. അപ്പോൾ ഇതിൽ നിന്നും ടി കാൽക്കുലേറ്റ് ചെയ്യാലോ. ടി ഈക്വൽ ടു എന്താണ്, എം ജി ബൈ കോസ് തീറ്റ. ഇവിടെ അപ്പോൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മൾ നേരത്തെ പറഞ്ഞു എമ്മിൻ്റെ വാല്യൂ എത്രയായിരുന്നു, 40 മില്ലിഗ്രാം. 40 ×
-3 into 9.8 by cos theta അല്ലേ. തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മൾ ടാൻ ഇൻവേഴ്സ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത റിസൾട്ട് ആയിരുന്നു. എത്രയായിരുന്നു? 45.57 ഡിഗ്രി ആയിരുന്നു അതിൻ്റെ കോസ് എടുക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ടി എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. mg by cos theta വെച്ച് എന്ത് ചെയ്യാം? കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ റിസൾട്ട് കിട്ടുന്നത് എത്രയാണ്? 5.59 into 10⁻⁻⁴ ന്യൂട്ടൺ ആണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഈ റിസൾട്ടിലേക്ക് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ നോക്കൂ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത നമുക്ക് ഒരു കൺസെപ്റ്റ് തന്നിട്ട് നേരിട്ട് ഇക്വേഷൻ യൂസ് ചെയ്യാനല്ല. അപ്പോൾ അതൊന്ന് നമ്മളിന്ന് ചിന്തിച്ചിട്ട് വേണം ഇത്തരം ക്വസ്റ്റ്യൻസ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷൻ ഉണ്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് നമ്മൾ പറയുന്നത്, പ്രോബ്ലം നന്നായി വായിച്ച് എന്താണ് കണ്ടെത്തേണ്ടത് എന്നുള്ളത് എന്ത് വേണം? ഒരു ഐഡിയ വേണം. എന്നാലേ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണമെന്നും അതിൽ നിന്ന് എങ്ങനെ നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാമെന്നുള്ള കൺസെപ്റ്റൊക്കെ കിട്ടുള്ളൂ. അത് നമ്മൾ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ ഡെവലപ്പ് ചെയ്തു വരും. അതാണ് നമ്മൾ കഴിഞ്ഞ 2 ക്ലാസ്സിലും പറഞ്ഞത്, നമ്മൾ പ്രോബ്ലംസ് ചെയ്തുകൊണ്ടേയിരിക്കണം. എന്നാലേ നമുക്ക് ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കുള്ളൂ. നമുക്ക് ഇന്നത്തെ ലാസ്റ്റ് പ്രോബ്ലത്തിലേക്ക് നമുക്ക് പോകാം. A charge of Q is fixed at each of 2 opposite corners of a square. A charge small q is placed at each of the other 2 corners. If the net electrostatic force on each Q, means capital Q, is 0, what is Q in term of small q? നോക്കൂ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് നമ്മൾ വായിച്ച് നോക്കി ക്ലിയർ ആയാലേ നമുക്ക് എന്ത് കാണണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത്തരം പ്രോബ്ലംസ് നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടി ഇത് സോൾവ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ആദ്യം നമ്മൾ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് അതുപോലെ അത് റിപ്പീറ്റ് ചെയ്ത് അതിൻ്റെ കാൽക്കുലേഷൻസിൻ്റെ മെത്തേഡൊക്കെ നമ്മൾ ഈസിയാക്കി ഫാസ്റ്റായിട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പതുക്കെ ഇത്തരം ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോഴേ നമ്മൾ പ്രോബ്ലം സോൾവിങ് എബിലിറ്റി നമുക്ക് കൂടി വരികയുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്താൽ നോക്കൂ, ഒരു ചാർജ് ക്യാപിറ്റൽ ക്യൂ അല്ലേ, അതെവിടെയുള്ളത്? ഒരു സ്ക്വയറിൻ്റെ ഓപ്പോസിറ്റ് കോർണേഴ്സിലാണ്. ഒരു സ്ക്വയർ എടുത്താൽ ആ സ്ക്വയറിൻ്റെ ഓപ്പോസിറ്റ് കോർണേഴ്സിൽ എന്തുണ്ട്? ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്ന ചാർജ് ഇരിക്കുന്നുണ്ട്. ദെൻ മറ്റൊരു ചാർജ് സ്മോൾ ക്യൂ, അതെവിടെയുള്ളത്? ഈച്ച് ഓഫ് ദ അതർ 2 കോർണേഴ്സ്. മറ്റ് 2 ഓപ്പോസിറ്റ് കോർണേഴ്സിൽ എന്തുണ്ട്? സ്മോൾ ക്യൂ ഉണ്ട്. അപ്പോൾ ആ കൺസെപ്റ്റ് കിട്ടും നമുക്ക്. ഒരു സ്ക്വയർ, ആ സ്ക്വയറിൻ്റെ 2 ഓപ്പോസിറ്റ് കോർണേഴ്സിൽ സിമിലർ ചാർജാണ് ക്യാപിറ്റൽ ക്യൂ എന്ന് പറയുന്ന ചാർജ്. മറ്റ് 2 ഓപ്പോസിറ്റ് കോർണേഴ്സിൽ അതുപോലെ മറ്റൊരു സിമിലർ ചാർജസ്, അതേതാണ്? സ്മോൾ ക്യൂ. ഇനി ഇവിടെ പറയുന്ന കൺസെപ്റ്റ്, ആ ഓപ്പോസിറ്റ് കോർണേഴ്സിൽ ഇരിക്കുന്ന ക്യാപിറ്റൽ ക്യൂവിൻ്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എത്രയാണ്? 0 ആണ്. അത് ഏതോ ക്യൂ ആണെങ്കിലും ഓരോ ക്യാപിറ്റൽ ക്യൂവിൻ്റെ മുകളിലും എക്സ്പീരിയൻസ് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എത്രയാണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ ആ ക്യാപിറ്റൽ ക്യൂ എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ്. നമുക്ക് വാല്യൂസും തന്നിട്ടില്ല. ക്യാപിറ്റൽ ക്യൂ എന്തിൻ്റെ ടേമിൽ കണ്ടുപിടിച്ചാൽ മതി? സ്മോൾ ക്യൂവിൻ്റെ ടേമിൽ. ദാറ്റ് മീൻസ് ക്യാപിറ്റൽ ക്യൂ സ്മോൾ ക്യൂവിൻ്റെ എത്ര മടങ്ങാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. 2q ആണോ, q/2 ആണോ? ഇങ്ങനെ നമുക്ക് ക്യാപിറ്റൽ ക്യൂവിനെ സ്മോൾ ക്യൂവിൻ്റെ ടേമിൽ എന്ത് ചെയ്യണം? എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം. ഇതെങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഇവിടെ നമുക്ക് തന്ന ക്വാണ്ടിറ്റീസ് വെച്ചിട്ട് ഒരു സ്ക്വയർ വെച്ചു. നമുക്കൊരു പ്രോബ്ലത്തിൽ പറഞ്ഞത് ഒരു സ്ക്വയർ ആണ്. ആ സ്ക്വയറിൻ്റെ ഓപ്പോസിറ്റ് കോർണേഴ്സിൽ ഇതാ ക്യാപിറ്റൽ ക്യൂ, മറ്റ് 2 ഓപ്പോസിറ്റ് കോർണേഴ്സിൽ ഏതാ? സ്മോൾ ക്യൂ. അപ്പോൾ നമുക്ക് കാണേണ്ടത് ക്യാപിറ്റൽ ക്യൂവിൻ്റെ വാല്യൂ ആണ്. എന്തിൻ്റെ ടേമിൽ? സ്മോൾ ക്യൂവിൻ്റെ വാല്യൂ. കണ്ടീഷൻ എന്തായിരുന്നു? ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ ക്യൂവിൻ്റെ മുകളിൽ ഉണ്ടാകുന്ന നെറ്റ് ഫോഴ്സ് എന്താണ്? 0 ആണ്. ഞാൻ ഈ താഴെയുള്ള ഈ കോർണറിലെ ക്യൂവിൻ്റെ മുകളിലുള്ള നെറ്റ് ഫോഴ്സ് 0 എന്നുള്ള കൺസെപ്റ്റാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ ഏതൊക്കെ ഫോഴ്സ് ഉണ്ട് നോക്കൂ. ഈ സ്മോൾ ക്യൂ എന്ന് പറയുന്ന ചാർജ് അല്ലേ, എല്ലാം പോസിറ്റീവ് ചാർജായിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ സ്മോൾ ക്യൂ എന്ന് പറയുന്ന ചാർജ് ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടാക്കും. ഇതിനെ ഞാൻ F ക്യാപിറ്റൽ ക്യൂ സ്മോൾ ക്യൂ എന്ന് എഴുതുന്നു. നമ്മൾ F12 F13 എന്നൊക്കെ എഴുതാറില്ലേ. അപ്പം അതുപോലെ ഫോഴ്സ് ഓൺ ക്യാപിറ്റൽ ക്യൂ ഡ്യൂ ടു സ്മോൾ ക്യൂ. അതുപോലെ ഈ സ്മോൾ ക്യൂ എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിലും ഒരു ഫോഴ്സ് ഉണ്ടാക്കുന്നത്, അത് റൈറ്റ് സൈഡിലേക്കാണ്. അതിനെയും ഞാൻ എന്ത് മാർക്ക് ചെയ്യുന്നു? F ഇൻറ്റു ക്യാപിറ്റൽ ക്യൂ ഇൻറ്റു സ്മോൾ ക്യൂ.
രണ്ട് ഫോഴ്സുകളും ഈക്വൽ ആണ്. കാരണം രണ്ട് അല്ലേ Q ഇൻറ്റു Q ഇവിടെയും സ്മോൾ Q ഇൻറ്റു ക്യാപിറ്റൽ Q ഇവിടെയുള്ള ഡിസ്റ്റൻസുകളും ഈക്വൽ ആണ്. ഡിസ്റ്റൻസുകൾ എല്ലാ സൈഡിലും ഞാൻ A എന്ന് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഡിസ്റ്റൻസ് പ്രത്യേകിച്ച് തരാത്തതുകൊണ്ട് ഞാൻ A എന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ രണ്ട് ഫോഴ്സ് ഇവിടെ ഉണ്ട്. മറ്റ് മൂന്നാമത്തെ ഒരു ഫോഴ്സ് ഈ ക്യാപിറ്റൽ Q എന്ന് പറയുന്നത് ഇതിൻ്റെ മുകളിൽ ഒരു ഫോഴ്സ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. അപ്പം അതിന് ഞാൻ ഫോഴ്സ് ഓൺ ക്യാപിറ്റൽ Q ഡ്യൂ ടു ദ അതർ ക്യാപിറ്റൽ Q. അപ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ മൂന്ന് ഫോഴ്സ് ഇതിൻ്റെ മുകളിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പറയുന്നത് 0 ആണെന്ന് പറയുന്നത്. അപ്പോൾ റിസൾട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ആ ഫോഴ്സുകൾ ഏതൊക്കെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ F ക്യാപിറ്റൽ Q ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. FQQ ഈക്വൽ ടു 1/4 epsilon 0 Q ഇൻറ്റു Q ബൈ ദിസ് ഡിസ്റ്റൻസ്. ആ ഡിസ്റ്റൻസിന് ഞാൻ x എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് കൊടുക്കാം x². ദാറ്റ്സ് ഈക്വൽ ടു, അപ്പോൾ x എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അല്ലേ. നമുക്കറിയാം x² ഈക്വൽ ടു a² പ്ലസ് a² അല്ലേ. x² ഈക്വൽ ടു a² പ്ലസ് a². ദാറ്റ് മീൻസ് 2a². then x is equal എത്രയായിരിക്കും അപ്പോൾ √2 ഇൻറ്റു a അല്ലേ. a² റൂട്ട് എടുത്താൽ a ആവും 2 ൻ്റെ റൂട്ട്. ഇത് നമുക്കറിയാം. അതിൻ്റെ ഹൈപ്പോട്ടനസ് കാണുന്ന ഇക്വേഷൻ ആണെന്ത് x is equal to √2 ഇൻറ്റു a. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ FQQൻ്റെ വാല്യൂ നമുക്ക് 1/4 epsilon 0 Q ഇൻറ്റു Q² ബൈ x² ആണ്. എക്സിൻ്റെ വാല്യൂ കിട്ടിയിട്ടുള്ള എത്രയാണ് √2 ഇൻറ്റു a. അതിൻ്റെ സ്ക്വയർ ചെയ്താൽ √2 പോയി 2 ആവും. ദെൻ a എന്താവും സ്ക്വയർ ആവും. അപ്പോൾ ഇവിടെ കിട്ടിയ ഫൈനൽ ആൻസർ ഇതായിരുന്നു. FQQ ഈക്വൽ ടു 1/4 epsilon 0 Q² ബൈ 2a². അപ്പോൾ അത് മാത്രമായിട്ട് ഞാൻ ഇങ്ങോട്ട് എഴുതാം. ദെൻ ദ ആൻസർ ഈസ് 1/4 epsilon 0 Q² ബൈ 2a². അപ്പോൾ അതാണ് ഒന്നാമത്തെ ഫോഴ്സ്. ഇനി നമുക്ക് FQ സ്മോൾ q കാൽക്കുലേറ്റ് ചെയ്യണം അല്ലേ. FQQ മീൻസ് ഫോഴ്സ് ഓൺ ക്യാപിറ്റൽ Q ഡ്യൂ ടു സ്മോൾ q. അഗെയിൻ ഇക്വേഷൻ തന്നെയാണ് 1/4 epsilon 0 okay capital Q small q by this distance means a². ഇങ്ങനെ അപ്പോൾ നമുക്ക് രണ്ട് ഫോഴ്സ് ഉണ്ട് അല്ലേ. FQQ സൈഡിലേക്കുണ്ട്, FQQ താഴേക്കുണ്ട്. രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എന്താണ് ഈക്വൽ ആണ്. പക്ഷെ നമുക്ക് ആഡ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മൾ വെക്ടർ അഡീഷനിൽ പഠിച്ചിട്ടുണ്ട് സെയിം ഡയറക്ഷനിലെ വെക്ടേഴ്സ് എന്ത് ചെയ്യാൻ പാടുള്ളൂ സിംപ്ലി ആഡ് ചെയ്യാൻ പാടുള്ളൂ. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം പാരലോഗ്രാം ലോ യൂസ് ചെയ്യണം. ഓക്കെ ദെൻ FQQൻ്റെ റിസൾട്ട് എത്രയാ FQQ രണ്ട് FQQ ഉണ്ട്. ഞാൻ FQQ ടോട്ടൽ എന്ന് എഴുതാം. രണ്ട് FQQൻ്റെ ടോട്ടൽ എത്ര വരുന്നു ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് FQQ സ്ക്വയർ പ്ലസ് FQQ സ്ക്വയർ അല്ലേ. പാരലൽ ലോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റിസൾട്ടൻ്റ് ആറ് കാണുന്ന ഇക്വേഷൻ എന്താ √of p² പ്ലസ് q² പ്ലസ് 2pq cos θ. ഇവിടെ തീറ്റ എടുക്കാത്തത് എന്തുകൊണ്ട് ഈ രണ്ട് വെക്ടറുകൾക്കിടയിലുള്ള ആംഗിൾ എത്രയാണ് 90 ആണ്. അപ്പോൾ cos 90 എത്രയാണ് 0. അപ്പോൾ നമ്മൾ p² പ്ലസ് q² മാത്രം എടുത്താൽ മതി. അപ്പോൾ ആ കൺസെപ്റ്റിൽ ഉപയോഗിച്ച് നമുക്കിതിനെ സോൾവ് ചെയ്യാം. ദാറ്റ് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് FQQ സ്ക്വയർ പ്ലസ് ദ സെയിം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം 2 ഇൻറ്റു എന്ത് കൊടുക്കാം 2 ഇൻറ്റു FQQ സ്ക്വയർ കൊടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷനെ ദാറ്റ് ഇസ് ഈക്വൽ ടു √2 ഇൻറ്റു എന്ത് എഴുതാം FQQൻ്റെ സ്ക്വയർ അല്ലേ. ഈ ഫോഴ്സിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടും ഇൻറ്റു FQ സ്മോൾ q. അപ്പോൾ നമുക്ക് രണ്ട് ഫോഴ്സുകൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ആദ്യം ക്യാപിറ്റൽ Qൻ്റെ മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സായ FQQ കാൽക്കുലേറ്റ് ചെയ്തു 1/4 epsilon 0 Q² ബൈ 2a². ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത് അതിലെ ബാക്കി രണ്ട് ഫോഴ്സ് വരുന്നുണ്ട് അല്ലേ. അതിൻ്റെ റിസൾട്ട് എന്താ നോക്കപ്പോൾ ഞാൻ രണ്ടാമത് നമുക്ക് കിട്ടിയ ആ ഫോഴ്സിനെയും കൂടി ഇങ്ങോട്ട് മാറ്റി എഴുതാം. FQQൻ്റെ ടോട്ടൽ നമ്മൾ കണ്ടുപിടിച്ചല്ലോ. FQQ ടോട്ടൽ ഈക്വൽ ടു ദിസ് റിസൾട്ട് എന്തായിരുന്നു അത് √2 ഇൻറ്റു FQQ. അപ്പോൾ ഇങ്ങനെ നമുക്ക്
രണ്ട് ആൻസർ അവിടെ കിട്ടിയില്ലേ. ഇനി ഈ എഫ് ക്യൂ ക്യൂവിൻ്റെ ടോട്ടലും ഈ എഫ് ക്യാപിറ്റൽ ക്യൂവും തമ്മിൽ ആഡ് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് എന്താന്ന് പറയുന്നുണ്ട്, 0 എന്ന് പറയുന്നത് അല്ലേ. ക്വസ്റ്റ്യനിൽ ദ ടോട്ടൽ ഫോഴ്സ് ഓൺ ക്യാപിറ്റൽ ക്യൂ ഈക്വൽ ടു 0. അപ്പോൾ ക്യാപിറ്റൽ ക്യൂവിൻ്റെ മുകളിൽ 3 ഫോഴ്സ് ഉണ്ടായിരുന്നു, അതിൽ 2 സോൾവ് ചെയ്ത് നമുക്ക് ഇത് കിട്ടി, 3ാമത്തെ ഫോഴ്സ് ഇതാ. ഇവയുടെ റിസൾട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ 2 ഫോഴ്സുകൾ എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. കാരണം നോക്കൂ ഇതിൻ്റെ റിസൾട്ട് ഡയഗണലി വരും അല്ലേ. അപ്പോൾ ആ 2 ഫോഴ്സുകൾ എന്ത് ചെയ്യാം, സിംപ്ലി ആഡ് ചെയ്ത് നമുക്ക് നെറ്റ് ഫോഴ്സ് എഴുതാം. നെറ്റ് ഫോഴ്സ് എത്രയാണ് നോക്കൂ, നെറ്റ് ഫോഴ്സ് എഫ് ക്യൂ ക്യൂ അല്ലേ പ്ലസ് എഫ് ക്യൂ ക്യൂ ടോട്ടൽ ഈക്വൽ ടു എന്തായിരിക്കും, 0. ഇതിൽ നിന്ന് വേണം നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ, ക്യാപിറ്റൽ ക്യൂവിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നമുക്ക് എഫ് ക്യൂ ക്യൂവിൻ്റെ വാല്യൂ 1/4πε0 ദെൻ ക്യാപിറ്റൽ ക്യൂ സ്ക്വയർ ബൈ 2a². ഇവിടെ എന്തുണ്ടാവും, സ്വാഭാവികമായിട്ടും √2 അല്ലേ പ്ലസ് √2 ഇൻറ്റു എഫ് ക്യൂ ക്യൂവിൻ്റെ വാല്യൂ നമുക്കറിയാം, നമ്മൾ നേരത്തെ എഴുതിയതാണ് 1/4πε0 ക്യാപിറ്റൽ ക്യൂ ഇൻറ്റു സ്മോൾ ക്യൂ. ക്യാപിറ്റൽ ക്യൂ സ്മോൾ ക്യൂ തമ്മിലുള്ള ഡിസ്റ്റൻസ് a/a². നോക്കൂ ഇതിൻ്റെ റിസൾട്ട് എത്രയാണ് നമുക്ക് എടുക്കേണ്ടത്, 0. ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിലെ കോമൺ ടേംസിനെ നമ്മൾ പുറത്തെടുക്കുന്നു. ഏതൊക്കെ കോമൺ നോക്കൂ, 1/4πε0 കോമൺ ആണ്, അതുപോലെ ഒരു ക്യൂ കോമൺ ആണ് അല്ലേ, ക്യൂ കോമൺ ആണ്, താഴെ എന്താണ് a². ഇത്രയും ടേംസ് ഇവിടെ കോമൺ ആണ്. ബാക്കി എന്തൊക്കെ വരും അത് ഞാൻ സ്ക്വയർ ബ്രാക്കറ്റിൽ എഴുതാം. ഇതിൻ്റെ കൂടെ ബാക്കിയുള്ളത് ഒരു ക്യൂ നമ്മൾ പുറത്തെടുത്തു, ബാക്കി ഒരു ക്യൂ എടുത്തു ബൈ ഈ നമ്മൾ a² നമ്മൾ പുറത്തെടുത്തിരുന്നു, ബാക്കി എന്തുണ്ട് 2 പ്ലസ് ഇവിടെ നോക്കൂ രണ്ടാമത്തെ ടേമിൽ 1/4πε0 നമ്മൾ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്, ക്യൂ ബൈ a² പുറത്തെടുത്തിട്ടുണ്ട്, ബാക്കി എന്താണ് √2 ഇൻറ്റു സ്മോൾ ക്യൂ ഇവിടെ ഉള്ളത് അല്ലേ, √2 ഇൻറ്റു സ്മോൾ ക്യൂ ദാറ്റ് ഇസ് ഈക്വൽ എത്രയാണ് 0. അപ്പോൾ നോക്കൂ ഇവിടെ 2 ക്വാണ്ടിറ്റിയാണ്, a ഇൻറ്റു b ഈക്വൽ ടു 0 ആണ്. ഓക്കെ ഈ വാല്യൂ എന്തായാലും 0 അല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് സെക്കൻഡ് ടേം 0 ആയിട്ട് കൺസിഡർ ചെയ്യാം അല്ലേ. a ഇൻറ്റു b ഈക്വൽ ടു 0യിൽ a 0 അല്ലെങ്കിൽ നമുക്ക് b എന്തായിരിക്കും 0 ആയിരിക്കും നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടേം 0 എന്നുള്ള കൺസെപ്റ്റിൽ q/2 പ്ലസ് √2 ഇൻറ്റു ക്യൂ ഈക്വൽ എന്തെടുക്കാം 0. അപ്പോൾ ഇതിൽ ക്യാപിറ്റൽ ക്യൂ ആണല്ലോ കാണേണ്ടത്. അപ്പോൾ ക്യാപിറ്റൽ ക്യൂ ഈക്വൽ ടു നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ക്യാപിറ്റൽ q/2 ഈക്വൽ ടു ഇതിനെ RHSലേക്ക് കൊണ്ടുപോയാൽ -√2 ഇൻറ്റു സ്മോൾ ക്യൂ കിട്ടും. ദെൻ therefore the final answer is capital Q equal to -2√2 ഇൻറ്റു സ്മോൾ ക്യൂ. ഇതാണ് ആൻസർ. ക്യാപിറ്റൽ ക്യൂ എന്തിന്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യാനായിരുന്നു, സ്മോൾ ക്യൂവിന്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യാനായിരുന്നു. ആൻസർ കിട്ടിയത് ക്യാപിറ്റൽ ക്യൂ ഈക്വൽ ടു -2√2 ഇൻറ്റു സ്മോൾ ക്യൂ എന്നുള്ള ആൻസറിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റി. അപ്പോൾ നോക്കൂ ഇതൊരു എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്ത് നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ള എബിലിറ്റി കൂട്ടിക്കൊണ്ടുവരിക. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു 6 ക്വസ്റ്റ്യനോളം നമ്മൾ സോൾവ് ചെയ്തു. അതിൽ ഈസി ആയിട്ടുള്ളത് ഉണ്ടായിരുന്നു, കുറച്ചും കൂടി നമ്മൾ വായിച്ച് മനസ്സിലാക്കി ചെയ്യേണ്ട ചില ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ധാരാളം ചെയ്തു നോക്കി നമുക്ക് പ്രോബ്ലം ചെയ്യാനുള്ള എബിലിറ്റി കൂട്ടിക്കൊണ്ടുവരാം. ദെൻ ബാക്കിയുള്ള ഈ ചാപ്റ്ററിലെ പ്രോബ്ലംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.